അപ്പൊ ഇനി നമുക്ക് ഒരു ഗെയിം കളിക്കേണ്ട സമയമായി. നിങ്ങളിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. നമ്മളൊരു അടിപൊളി ഗെയിമിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാണ്. റെഡിയല്ലേ? റെഡിയാണ്. യെസ്, വരും. സോ ഇവർക്കുള്ള ഗെയിമിന്റെ പ്രോപ്പർട്ടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? ഇതുപോലെ റെഡിയാക്കി വെക്കണായിരിക്കും. വെരി ഗുഡ്, ബ്രില്യൻ ബോയ്. ഈ ബ്ലോക്ക് അതേപോലെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യണം, മനസ്സിലായോ? അതായത് കളേഴ്സ് ഒന്നും മാറരുത്, എല്ലാം അതേപോലെ ആയിരിക്കണം, എണ്ണം ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ആൻഡ് 1 മിനിറ്റ് സമയം ഞാൻ തരുള്ളൂ. ആരാദ്യം കളിക്കും? നോബിനാണ് ആദ്യം ചെയ്യുന്നത്. റെഡി? 1 2 3 മ്യൂസിക്. വെള്ളയല്ല, കൺഫ്യൂഷനായല്ലോ. പച്ച. പച്ചയല്ല, ഇളം പച്ചയാണ്. ഇളം പച്ച ഉണ്ട്. ഈ മഞ്ഞയല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ മഞ്ഞയല്ല. ഈ നീലയുടെ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നീലയല്ല, ആ നീലയല്ല, ആ നീലയല്ല, അല്ല, ആ നീലയല്ല. വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് കാണുമ്പോ ചേഞ്ച് പോകുന്നതാണ്. ഓക്കെ. അയ്യോ, ആ നീല അല്ലാതെ. ആ നീലയല്ല. എടുക്ക്. എനിക്ക് പ്രാന്ത് പിടിക്കുന്നടാ. പണിവാളി. സമയം കഴിയാറായി. സമയം കഴിഞ്ഞു. 1 മിനിറ്റ് ആയില്ലെന്നോ? ഞങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് 1 മിനിറ്റ് കണ്ടുപിടിച്ചത്. ഇനി ഏതാണ്? ഒരു വെള്ളയും കൂടി വെക്കാനുണ്ടായിരുന്നു. ഇത് ഓക്കെ. ഇനി നീനുവിന്റെ ചാൻസ് ആണ്. റെഡി അല്ലേ? സോ റെഡി? 1 2 3 മ്യൂസിക്. ഇത് ഏത് കളറാണ് വെച്ചിരിക്കുന്നത്? അത് വെള്ളയല്ല, അത് വേറെ ഏതാണ്ട് കളറല്ലേ. കറക്റ്റ് ആയിട്ട് ചെയ്യേ. ആ, സ്പീഡ് ചെയ്യേ. നീല ശ്രദ്ധിക്കണം. നീലയിലാണ് നിങ്ങൾ രണ്ടുപേരും കുടുങ്ങുന്നത്. ഈ നീലയല്ല, ഞാൻ പറയാണ്. അവള് നീലയല്ല, പച്ചയല്ല. ആ, സമയം ഇനി തീരാൻ പോണ. 20 മിനിറ്റ്സും കൂടി ഉള്ളൂ. 20 മിനിറ്റ്സോ? അല്ല, 20 സെക്കൻഡ്സ് ഉള്ളൂ. കഴിഞ്ഞോ? ഈ കളർ സെയിം ആണോ? ഇതാരാ ഈ വെള്ളം എടുത്ത് വെച്ചത്? അല്ല, ഇത് ഇതിന്റെ ഒറിജിനൽ സെയിം അല്ലല്ലോ. ആണല്ലോ. അപ്പോ ഈ ഗെയിമിൽ തീർച്ചയായിട്ടും അവള് ജയിച്ചല്ലോ. ബ്രില്യൻ ബോയ് തോറ്റു. ഈ കുട്ടിയാണ് ജയിച്ചിരിക്കുന്നത്. നീനു 1 മിനിറ്റിനുള്ളിൽ. കാരണം എന്താണെന്നറിയാവോ? ഇവള് എന്തെങ്കിലും ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ കിടന്ന് കരയൂന്നല്ല പറഞ്ഞേ. ഞാൻ അത് കാരണം മനഃപൂർവ്വം അവള് കരയുണ്ടാന്ന് വിചാരിച്ചിട്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ട്. സ്നേഹം ഇവിടെ പാടില്ല. കാരണം എന്താ വെച്ചാൽ പണിഷ്മെന്റ് ഉണ്ട്. സ്നേഹം അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടുണ്ട്. അടിപൊളി ഒരു പണിഷ്മെന്റ് ആണ് നമ്മള് നോബിന് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത്. നീനുവിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റും ഉണ്ട്. തീർച്ചയായും. ഓക്കെ.